നിങ്ങൾ ചീഞ്ഞകളായിട്ട് ഇറങ്ങുമെന്ന് എനിക്കറിയാം. പക്ഷേ ഉണ്ടല്ലോ, ഞാൻ ഈ പണിയായിട്ട് ഇറങ്ങിയാൽ പിന്നെ തിരിച്ച് നിങ്ങൾക്ക് ഈ HRDSന്റെ ഇപ്പോഴത്തെ ഈ ഇരിക്കുന്ന കസേര ഉണ്ടല്ലോ, ഇരിപ്പ് ഇത് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഓർത്ത് കളിച്ചോ കേട്ടോ. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. HRDS സ്ഥാപക സെക്രട്ടറി അജി കൃഷ്ണനെ ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തു. സ്ഥാപനത്തിലെ മുൻ മലയാളി ജീവനക്കാരൻ്റെ പ്രായപൂർത്തിയാകാത്ത മകളെ അജി കൃഷ്ണൻ പീഡിപ്പിച്ചു എന്ന പരാതിയെ തുടർന്നാണ് അജി കൃഷ്ണനെ കസ്റ്റഡിയിലെടുത്തത്. സംഭവത്തിൽ ഡൽഹി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പ്രാഥമിക അന്വേഷണത്തിന് ശേഷം മാത്രമേ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കൂ. നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രഥമ വിവര റിപ്പോർട്ടിൽ ആരുടെയും പേര് ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അജി കൃഷ്ണനെതിരെയുള്ള ഈ പരാതി അടിസ്ഥാനരഹിതമെന്നാണ് ഇപ്പോൾ HRDS പറയുന്നത്. നേരത്തെയും വിവാദങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള അജി കൃഷ്ണനെ CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ ഒരു പ്രതിയോഗിയായി കണ്ടിരുന്നു. HRDSലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ തികച്ചും ആഭ്യന്തരമാണ്. ഒരു മുൻ ജീവനക്കാരൻ പണം ആവശ്യപ്പെട്ടുകൊണ്ട് HRDSന് അയച്ച ശബ്ദരേഖ ഇപ്പോൾ HRDS പുറത്തുവിടുന്നു. പണത്തെ ചൊല്ലിയുള്ള തർക്കം, തനിക്ക് ഒരു വിഹിതം വേണമെന്ന് ഒരു ജീവനക്കാരൻ HRDS സെക്രട്ടറിയെ ഭയപ്പെടുത്തുന്നു. ഇതേ തുടർന്നുണ്ടായ ചില നീക്കങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ പരാതിയിലെത്തി നിൽക്കുന്നത് കാര്യങ്ങൾ. ആ ജീവനക്കാരൻ്റെ ശബ്ദരേഖ ഇങ്ങനെ: HRDSന് ഒരിക്കലും കിട്ടാത്ത 1.5 കോടി രൂപ തിരിച്ചു വരാൻ ആവശ്യമായ നടപടികൾ ഞാൻ എടുത്തയാളാ. എന്നിട്ട് ചുമസ്ലി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു നിലപാടുണ്ടല്ലോ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്തു, ഞാൻ അതിനകത്തോട്ട് ഇനി വരേണ്ടതില്ലെങ്കിൽ ഒരു 20 ലക്ഷം രൂപയ്ക്ക് അന്നേരം എൻ്റെ കൊച്ചിനെ അവിടെ പഠിപ്പിക്കാൻ വിട്ടച്ച ഇതെല്ലാം മുടങ്ങിയിട്ട് നമ്മളെ ആകെ നശിപ്പിച്ച് നിങ്ങൾ ഇതെല്ലാം കൂടെ പൊക്കി അങ്ങ് മുകളോട്ട് കാര്യങ്ങളെല്ലാം കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാണല്ലോ. നടപടിയില്ല അജീഷ, നടപടിയില്ല. നിങ്ങളുടെ ഈ ഫ്രോഡിലിൻ്റെ ഉണ്ടല്ലോ, ഡൽഹിയിൽ എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ എനിക്കറിയാം. ഞാനിവിടെ ഈ BJP പാർട്ടിക്കകത്തുള്ള ആളാ. ഇതുണ്ടല്ലോ, ഒരു പറയുന്ന പോലെ അല്ല ഇത്. ഈ പാർട്ടി ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയാൽ എനിക്കറിയാം ഇത് കൃത്യമായിട്ട് ബോധിപ്പിക്കേണ്ട ആരൊക്കെയാണ് കേട്ടോ. അത് സ്റ്റേറ്റ് കമ്മിറ്റിയിലും അല്ലെങ്കിൽ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസിലും പോയി പറയാൻ എനിക്കറിയാം നിങ്ങളുടെ ഈ പരിപാടി കേട്ടോ. നിങ്ങൾ കണ്ടോ പണി എന്നാന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ കേട്ടോ. നിങ്ങൾ ചീഞ്ഞകളായിട്ട് ഇറങ്ങുമെന്ന് എനിക്കറിയാം. പക്ഷേ ഉണ്ടല്ലോ, ഞാൻ ഈ പണിയായിട്ട് ഇറങ്ങിയാൽ പിന്നെ തിരിച്ച് നിങ്ങൾക്ക് ഈ HRDSന്റെ ഇപ്പോഴത്തെ ഈ ഇരിക്കുന്ന കസേര ഉണ്ടല്ലോ, ഇരിപ്പ് ഇത് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഓർത്ത് കളിച്ചോ കേട്ടോ. മാർച്ച് 30-ന് ഒരു ജീവനക്കാരനെ മറ്റൊരു സംസ്ഥാനത്തിലേക്ക് HRDS സ്ഥലം മാറ്റിയിരുന്നു. 2024 ഫെബ്രുവരി 3-ാം തീയതിയായിരുന്നു ഈ ജീവനക്കാരൻ്റെ അപ്പോയിൻമെന്റ്. പിന്നീട് സ്ഥാപനവുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങൾ. ഒടുവിൽ 20 ലക്ഷം രൂപ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ശബ്ദരേഖ. HRDS അനധികൃതമായി പണം സമ്പാദിക്കുന്നുവെന്നും തനിക്കതിൻ്റെ ഒരു വിഹിതം വേണമെന്നുമാണ് ഈ ജീവനക്കാരൻ ആവശ്യപ്പെട്ടത്. ആ ജീവനക്കാരൻ്റെ ശബ്ദരേഖ ഇങ്ങനെ: സെക്രട്ടറി, ഫോണൊന്ന് എടുത്ത് സംസാരിച്ചാൽ നല്ലതായിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഓൾ ഓവർ ഇന്ത്യയിൽ നിന്ന് ഫ്രോഡിലായിട്ട് ആൾക്കാരുടെ നിന്ന് പൈസ വാങ്ങിച്ച് നാട് മുഴുവൻ ഓഫീസ് തുറന്നു വെച്ചിട്ട് ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് മാറ്റി ട്രാൻസ്ഫർ ചെയ്യുമെന്നൊക്കെ പറഞ്ഞുള്ള ഈ കളിയുണ്ടല്ലോ, ഇത് ഞാൻ പൊളിച്ചെടുക്കും ഞാനിത് കേട്ടോ. അത് മനസ്സിലാക്കിക്കോ കേട്ടോ. ഇത് എന്നെ പോലെ ഇവിടെ ഡൽഹി ഓഫീസിൽ കുറച്ച് കിടന്ന് കളിക്കുന്നുണ്ട്. ഇവന്മാർക്കൊന്നും ഇതൊന്നും അറിയത്തില്ല കേട്ടോ. ഇവന്മാർക്ക് വിചാരിച്ചേക്കുന്നത് അങ്ങോട്ട് ഇറക്കി വിട്ടായിരുന്നു. സ്വരാജൊക്കെ പറയുമ്പോൾ അങ്ങോട്ട് ഇറക്കി വിടാന്നുള്ള ലൈനിലാണ് നിൽക്കുന്നെങ്കിൽ ഞാൻ കാണിച്ചു തരാൻ പണി കേട്ടോ. ഫോൺ എടുക്കണ്ട കേട്ടോ, ഞാൻ കാണിച്ചു തരാൻ പണി കേട്ടോ. ഞാൻ പഴയ അജീഷനാക്കി അങ്ങ് നിർത്തിത്തരാം കേട്ടോ. നിങ്ങളിപ്പോൾ വലിയ എന്തോ കൊമ്പത്തോട്ട് നിൽക്കാന്നല്ലേ പറയുന്നത്. ഞാൻ കാണിച്ചു തരാൻ പണി കേട്ടോ. പ്രധാനമന്ത്രിയുടെയും അമിത്ഷാജിയുടെ ഓഫീസിൽ ബന്ധമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മോദിജിയുടെ ഡയറി അടിച്ചു വെച്ച് ഫോട്ടോയും തൂക്കി മനുഷ്യനെയൊക്കെ പറ്റിച്ച് ആവശ്യം മേടിച്ചിട്ട് പിന്നെ 4 സ്ഥലത്ത് ഓഫീസ് തുറന്നു വെച്ചാൽ അങ്ങോട്ട് വിട്ട് കാണിക്കാന്നല്ലേ. എന്നെയല്ലേ അങ്ങനെ വിടാൻ പോണേ? എന്നെയല്ലേ, എൻ്റെ അടുത്തല്ലേ. നിങ്ങൾ ആരാന്നും നിങ്ങൾ എവിടെ വരെ എത്തിയെന്നും എന്നാന്നും എനിക്കറിയാം കേട്ടോ. നിങ്ങളിപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. നിങ്ങളൊരു പുല്ലും അല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. അതറിയാവുന്ന ഏക മനുഷ്യനാണ് ഞാൻ കേട്ടോ. നിങ്ങൾ ഓർത്തോ. ഇപ്പോൾ ഈ വന്ന ഈയാമ്പാറ്റകൾക്കൊന്നും ഇതൊന്നും അറിയത്തില്ല കേട്ടോ. ഞാൻ കാണിച്ചു തരാൻ പണി. എനിക്ക് പത്രക്കാരുമായിട്ട് നല്ല ബന്ധമുണ്ട് ഡൽഹി കേട്ടോ. ഞാൻ കാണിച്ചു തരാൻ പണി. നിങ്ങളെങ്ങനെയാ BJP ഓഫീസിൻ്റെ അകത്ത് കയറിയെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? ഓർമ്മയുണ്ടോ അതൊക്കെ? നിങ്ങൾ ആദ്യത്തെ ഡൽഹി വന്ന സമയത്ത് നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. നിങ്ങൾ അവാർഡ് മേടിച്ചത് എങ്ങനെയാണെന്നും നിങ്ങൾ ബാലശങ്കരത്തെ പരിചയപ്പെട്ടത് എങ്ങനെയാണെന്നും എല്ലാം ഓർമ്മയുണ്ടല്ലോ. കൃഷ്ണകുമാർ എങ്ങനെയാണ് വന്നതെന്നും ഓർമ്മയുണ്ടല്ലോ. പക്ഷെ കൂടെ നിൽക്കുന്ന ഇവന്മാർക്കൊന്നും അറിയത്തില്ല. അവരൊക്കെ ഓർത്തുകൊണ്ടിരിക്കണം നിങ്ങളെന്തോ വലിയ ദിവ്യനാന്നാ കേട്ടോ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. നാളെ മുതൽ പരിപാടി എന്നാന്നേ. കളിച്ചോ നിങ്ങൾ എൻ്റെ അടുത്ത് കേട്ടോ. അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ നിങ്ങൾ തന്നെ HRDS പറഞ്ഞു വിടും അല്ലേ. 4 മാസമായി ഇവിടെ കയറി വന്നതിനായിട്ടല്ലേ. എനിക്കതൊന്ന് കാണണോ ജീഷ്ണ, എനിക്കൊന്ന് കാണണോ അത് കേട്ടോ. നിങ്ങൾ ഡൽഹിയിൽ ഈ കളിയും കൊണ്ട് ഇരിക്കുന്നത് എനിക്കൊന്ന് കാണണം കേട്ടോ. ഈ ഫ്രോഡ് പണിയായിട്ടെ എനിക്കൊന്ന് കാണണം. തുടർന്ന് മാർച്ച് 30-ാം തീയതി ഒരു ഷോക്കോസ് നോട്ടീസ് ജീവനക്കാരന് കൈമാറുന്നു. ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുമെന്ന് ഷോക്കോസ് നോട്ടീസിൽ കൃത്യമായി പറയുന്നു. ഇതിനെ തുടർന്നായിരുന്നു ജീവനക്കാരൻ്റെ സ്ഥലം മാറ്റം. പരാതിയിൽ പറയുന്നത് HRDSന്റെ മറ്റു പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുമ്പൊരിക്കൽ മറ്റൊരു സംസ്ഥാനത്തേക്ക് ഈ ജീവനക്കാരന് പോവേണ്ടി വന്നു. അപ്പോൾ തൻ്റെ കുടുംബത്തിൽ ഒരു കൂട്ടായി നിൽക്കാമെന്ന് അജി കൃഷ്ണൻ സമ്മതിച്ചു. ഇതിൻ പ്രകാരം തൻ്റെ 2 പെൺകുട്ടികളുള്ള
വീട്ടിൽ അജി കൃഷ്ണനാണ് അന്ന് കൂട്ടായി നിന്നത്. ഒടുവിൽ വീണ്ടും തന്നെ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ ഇളയ കുട്ടി വല്ലാത്ത പരിഭ്രമം കാട്ടി. എന്താണ് എന്ന് കുട്ടിയോട് ചോദിച്ചപ്പോൾ മുൻപ് അജി കൃഷ്ണൻ വീട്ടിൽ താമസിച്ചപ്പോൾ തന്നെ പീഡിപ്പിച്ചിരുന്നുവെന്ന് കുട്ടി വ്യക്തമാക്കി. തന്നോട് കുട്ടി അത് നേരിട്ട് പറഞ്ഞില്ല. കുട്ടിയിൽ ചില അസ്വസ്ഥതകൾ കണ്ടതോടെ സ്കൂളുമായി ബന്ധപ്പെടുകയും ഒരു കൗൺസിലിങ്ങിലൂടെ അത് മനസ്സിലാക്കുകയും ചെയ്തുവെന്നാണ് ഇപ്പോൾ കുട്ടിയുടെ പിതാവ് പറയുന്നത്. ഒടുവിൽ ഏപ്രിൽ 9 ഈ ജീവനക്കാരനെ സ്ഥലം മാറ്റിക്കൊണ്ട് HRDS ഒരു നോട്ടീസ് നൽകി. ഈ നോട്ടീസിന് പിന്നാലെയാണ് ഇപ്പോൾ അജി കൃഷ്ണനെതിരെയുള്ള പോക്സോ പരാതി. കേന്ദ്ര സർക്കാർ പിന്തുണയ്ക്കുന്ന സ്ഥാപനമാണ് HRDS. ധാരാളം കേന്ദ്ര പദ്ധതികളും അവർക്ക് ലഭിക്കുന്നു. അജി കൃഷ്ണൻ മുൻപ് കേരള സർക്കാരിനെതിരെ ചില ശക്തമായ പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. എപ്പോഴും CPMന്റെ നോട്ടപ്പുള്ളിയാണ് അജി കൃഷ്ണൻ. മറുവശത്ത് മുൻപൊരിക്കൽ സ്വപ്ന സുരേഷിന് ജോലി നൽകി കേരളത്തിൽ ഏറെ വിവാദവും സൃഷ്ടിച്ചിരുന്നു ഇതേ അജി കൃഷ്ണൻ. എന്നാൽ ഇപ്പോൾ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ പരാതിയിൽ ഏതു തലത്തിലാവും ഇനി കേസ് നടപടികൾ മുന്നോട്ട് പോവുക എന്നറിയില്ല. അജി കൃഷ്ണനെതിരെയുള്ള കേസിൻ്റെ നിജസ്ഥിതി പരിശോധിച്ചതിന് ശേഷം മാത്രമേ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കൂ എന്ന് ഡൽഹി പോലീസ് പറയുന്നു. HRDS ഇത് സംബന്ധിച്ച ശക്തമായ പ്രതികരണങ്ങളാണ് നടത്തുന്നത്. ഞങ്ങളുടെ പക്കൽ എല്ലാവിധ തെളിവുകളുമുണ്ട്. അജി കൃഷ്ണൻ നിരപരാധിയാണ്. ഇതൊരു പകപോക്കലാണ് എന്ന് HRDS ഉറപ്പിച്ചു പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.